നിങ്ങളുടെ ലോകസാഹിത്യം സബ്ജക്റ്റ് എടുക്കുന്ന അരവിന്ദൻ സാറിന് ട്രാൻസ്ഫർ ആയി. ഇനി മുതൽ ആ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് പുതിയ ഒരാളാ. ജോലിക്ക് കയറിയിട്ട് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ് ഈ കോളേജ്. സണ്ണി സാർ, പ്ലീസ് കമ്മിങ്. ഇതാണ് ഇനി മുതൽ നിങ്ങൾക്ക് ലോകസാഹിത്യം സബ്ജക്റ്റ് എടുക്കാൻ പോകുന്ന സർ, മിസ്റ്റർ സണ്ണി മാത്യു. ഹേയ്, ഇവിടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കുമ്പോ താൻ അവിടെ ഇരുന്ന് രാമനാമം ജപിക്കുകയാണോ? കണ്ണ എന്ന് പറഞ്ഞ് ടീച്ചർ മറ്റെന്തോ ആലോചനയിലായിരുന്നു തോന്നുന്നു, അതുകൊണ്ടാവും. സണ്ണി സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോ ഓൾ ദി ബെസ്റ്റ് സാർ, നമുക്ക് പിന്നെ കാണാം. ഹലോ എവരിബഡി, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്നെ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഐ ആം സണ്ണി മാത്യു, വീട് കോട്ടയം. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല, കഴിച്ചിട്ടില്ല. എനിക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. എന്റെ സബ്ജക്ട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ലോകസാഹിത്യം. എന്താണ് ഈ ലോകസാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? അറിയില്ല? ഓക്കെ. ലോകസത്യത്തിൽ 7 ഘടകങ്ങളുണ്ട്. അത് ഇതൊക്കെയാണെന്ന് അറിയാമോ? സ്വഭാവം, ക്രമീകരണം, ആഖ്യാനതന്ത്രം. എന്തൊക്കെയാണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? മാഡം, ഏത് ലോകത്താ? ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ? ഓ ഗ്രേറ്റ്. എന്നാൽ പറഞ്ഞേ എന്തൊക്കെയാന്ന്. ഓക്കെ, 7 എണ്ണം വേണ്ട, ഒന്ന് പറയ്. അതാണ് എലിമെന്റ്സിൽ ഒരെണ്ണം. പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ ശ്രദ്ധക്കുറവ് വരുന്നത് അത്ര നല്ല ലക്ഷണമല്ലെന്നാ എന്റെ വല്യമ്മച്ചി പറയാറ്. എന്താ തന്റെ പേര്? അല്ല, നമ്മൾ തമ്മിൽ ഇത്രയും അടുത്ത സ്ഥിതിക്ക് ആ പേരും കൂടെ പറഞ്ഞിട്ട് പൊക്കൂടെ? ഹലോ, കിളി പോയോ? ഒരു പേര് പറയാൻ ഇത്രക്ക് ബുദ്ധിമുട്ടണോ? എടാ വിനോദേ, കുട്ടിക്ക് നന്നായി മലയാളം അറിയാം. തനിക്ക് ചേരുന്ന പേര് ശിവാനി എന്നല്ല, ശ്യാമള എന്നാ. ചിന്താവിഷ്ടയായ ശ്യാമള. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ഓ, സ്വപ്നം. അപ്പൊ ശിവാനി, തനിക്കേ സ്വപ്നം കാണണമെന്ന് അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഒന്നുകിൽ ക്ലാസിന്റെ പുറത്ത്, അല്ലെങ്കിൽ മറ്റുള്ള ക്ലാസ്സിൽ. അത് സണ്ണിയുടെ ക്ലാസ്സിൽ വേണ്ട. ഇന്ദുവിന്റെ ഡേ ഡ്രീമിംഗ് മാത്രമല്ല, കൗണ്ടറും. വെറുതെ എന്നെ കൊണ്ട് ആ കൗണ്ടറിന് ഷട്ടർ ഇടിയിപ്പിക്കരുത്. മുഖത്തിന്റെ ഒരു പ്രസരിപ്പ് നോക്ക്, കണ്ണെടുക്കാനേ തോന്നത്തില്ല. ആ ശബ്ദ ഗാംഭീര്യവും എന്ത് ഭംഗിയാ. മറ്റേ സാറ് പോയത് ഏതായാലും നന്നായി. ആ സാറുണ്ടായിരുന്നെങ്കിൽ ചുമ്മാ ക്ലാസ്സിൽ വന്നിരുന്ന് ഉറങ്ങിയേനെ. ഇതിപ്പോ നല്ല അടിപൊളി കുട്ടപ്പൻ സാറ്. ഇവൾക്കിത് എന്ത് പറ്റി? അല്ല ശിവ, നീ പറ. ഇത്രയ്ക്ക് സുന്ദരനായ സാറ് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല അല്ലേ? നീ എന്താ ഒന്നും പറയാത്തെ? നിനക്ക് ഇഷ്ടായില്ലേ ആ സാറേ? ഓ, വന്ന ദിവസം തന്നെ നിന്നെ ഇട്ട് കളിയാക്കി ആ സാറ് അല്ലേ? അതിന്റെ പരിഭവം കാണും നിനക്ക്. എന്നാലും ക്ലാസ്സിലെ എല്ലാ കുട്ടികളും സാറിന്റെ ക്ലാസ് നന്നായി എൻജോയ് ചെയ്തു. സമയം പോയതേ അറിഞ്ഞില്ല. ആ പീരീഡ് കഴിയാതിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചു പോയി ഞാൻ. എന്ത് രസാ സാറിന്റെ സംസാരം കേട്ടിരിക്കാൻ. ഇവൾ ഇത്ര മാത്രം മാറിപ്പോയോ? നീ ഇത് പറയുന്നത് നീ കേട്ടായിരുന്നോ? എന്താ അവൾ പറഞ്ഞത്? സാറ് കല്യാണം കഴിക്കാത്തത് നന്നായെന്ന്. ഹലോ ശ്യാമള, കാശൊക്കെ ചില്ലറയാക്കിയിട്ട് ബസ്സിൽ കയറുന്നതാ നല്ലത്. അല്ലെങ്കിൽ ആരെങ്കിലും ആയി വഴക്കാവില്ലേ? സോറി സാർ, ഞാൻ ആളറിയാതെ. ഓ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാടോ. എന്താ ശിവാനി?
എന്ത് പണിയാ സണ്ണിക്കുഞ്ഞായി കാണിച്ചത്? രാവിലെ എന്നാത്തിനാ ആരോടും മിണ്ടാതെ ഇറങ്ങിപ്പോന്നത്? ബസ്സിലാണല്ലേ വന്നത്? അതിനിപ്പോ എന്നതാ പറയുതേട്ടാ? ബസ്സിലെ യാത്രയും നല്ലതല്ലേ? സാധാരണക്കാരന്റെ വാഹനമല്ലയോ ബസ്? എന്റെ കുഞ്ഞെ, എന്നോട് തർക്കിക്കുന്നത് പിന്നെ ആവാം. കുഞ്ഞ് വേഗം കാറിലേക്ക് കയറാൻ നോക്ക്. അവിടെ എല്ലാവരും ഔസേപ്പച്ചൻ സാറിന്റെ മകന്റെ വിവാഹ പാർട്ടിക്ക് പോകാൻ റെഡിയായി നിൽക്കുക. കുഞ്ഞു വന്നാട്ടെ. ആയിക്കോട്ടെ. ശിവാനി വരുന്നോ? ഒരു ലിഫ്റ്റ് തരാം. ഇല്ല, സാറ് പൊക്കോളൂ. ഈ ലക്ഷങ്ങൾ വരെയുള്ള ആഡംബരക്കാരിൽ കയറിപ്പോകുന്ന ആളാണല്ലോ തന്നെ പറ്റിക്കാൻ വേണ്ടി 1 രൂപ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും ഈ സണ്ണി മാത്യു നിസ്സാര പുള്ളിയല്ല. മനഃപൂർവ്വം പറ്റിക്കാനായിരുന്നു 1 രൂപ കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വീട്ടിൽ പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞത്. എന്നാലും അത് കോളേജ് ലെക്ചർ ആയിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ലല്ലോ ഭഗവാനെ. അത് ശരി, നീ ഡയറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എന്ത് പറ്റി? അത് പിന്നെ എന്തായാലും അടുത്ത മാസം തുടങ്ങാന്ന് വിചാരിച്ചു. ഈ ദിവസമേ ശരിയല്ലായിരുന്നു, പിന്നെ എങ്ങനെ ശുഭകാര്യം തുടങ്ങുന്നത്? അതെന്താ ഇത്രയ്ക്ക് കൊള്ളാതിരിക്കാൻ ഈ ദിവസത്തിന്റെ പ്രത്യേകത? ശിവാനി, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? അതൊന്നുമില്ല, സെമസ്റ്റർ എക്സാം ആവാറായില്ലേ, അതിന്റെയാ. അത് ശരിയാ, വെറുതെ പട്ടിണി കിടന്ന് എന്തിനാ ആരോഗ്യം കൂടി കളയുന്നേ? പരീക്ഷ ഇനി അടുത്ത് വന്നു, അത് ഓർമ്മ വേണം. പെട്ടെന്ന് കഴിച്ച് ആ പ്ലേറ്റും കഴുകി വെച്ചിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. വന്നിങ്ങോട്ട് കയറണ്ട, അതിനു മുൻപ് തുടങ്ങിക്കോളും പഠിപ്പ് 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 എന്നും പറഞ്ഞ്. ഞാൻ ഈ മുതൽ ആ കോളേജിൽ തന്നെ കിടക്കാം, അപ്പൊ സമാധാനാവോ? കോളേജിൽ കിടക്കുന്നതൊക്കെ കൊള്ളാം, നിന്റെ ബുക്സും കൂടെ കൊണ്ടുപോക്കണം. സ്വാമി ശരണം. എന്താടോ ഇങ്ങനെ ഒരു പരിചയവും ഇല്ലാത്ത നോട്ടം? എന്നെ ഇത്ര പെട്ടെന്ന് മറന്നോ? അത് കൊള്ളാം, അമ്പലത്തിൽ വരുന്നത് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റെന്തിനാ? അതിനെന്താ, പോവാലോ അന്നെ കൊച്ചേ. ഇതെന്റെ സ്റ്റുഡന്റ് ആണ്, ശിവാനി. എന്നാ ശരിട്ടോ, നമുക്ക് മൺഡേ കാണാം. വീട്ടിൽ പോയിട്ട് ഇച്ചിരി തിരക്കുണ്ടേ. വാ അന്നമ്മേ, നമുക്ക് പോവാം. ചേച്ചി, ഞങ്ങൾ പോയി. നേരിട്ട് കണ്ടാൽ റേഡിയോ പോലെ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു പോക്ക് പോകണമല്ലോ അയാള്. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, കണ്ടുപിടിക്കണം. ഇനി കാണുമ്പോ എന്തായാലും അത് ചോദിച്ചറിഞ്ഞേ പറ്റൂ. ശിവേച്ചി, ശിവേച്ചി, ശിവേച്ചി എന്താലോചിച്ച് നിൽക്കുക? ശിവേച്ചി, ശിവേച്ചി, ഞാൻ അടുത്ത് നിൽക്കുന്നത് പോലും അറിയുന്നില്ലേ? ഞാൻ പറഞ്ഞു കൊടുക്കും അമ്മയോട്. ഈ കുരിപ്പ് എന്റെ കൂടെയുള്ള കാര്യം ഞാനൊന്ന് മറന്നു പോയല്ലോ. എന്ത് പാറു, ഞാൻ മറന്നിട്ടൊന്നുമില്ല. പിന്നെ ശിവേച്ചിനെ വിശ്വസിച്ചല്ലേ അമ്മ എന്നെ ശിവേച്ചിയുടെ കൂടെ വിട്ടത്? എന്നിട്ട് എന്നെ നോക്കാതെ ശിവേച്ചി വേറെ കുട്ടികളെ നോക്കി നിൽക്കല്ലേ? ആര് പറഞ്ഞു? ഞാൻ നിന്നെ തന്നെയാ നോക്കി നിന്നത്. ഞാൻ കണ്ടു. എത്ര നേരമായി ഞാൻ ഇവിടെ കിടന്ന് തൊണ്ട കീറി വിളിക്കൂ. മിണ്ടാതിരിക്ക് പാറു, ഞാൻ കണ്ടു പറഞ്ഞില്ലേ. തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചു.